കൂട്ടുകാരെ, മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ലൈവ് ഇൻട്രോ ആയിട്ട് വന്നതിന്റെ കാര്യം എന്താ പറയുക, ഇത് കാരണം കുറച്ചേറെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളെ വീഡിയോയുടെ ടൈം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കുറച്ചേറെ ലെങ്ത് വരുന്ന ഒരു വീഡിയോ ആണ്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും ബോറടിക്കില്ല, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ അതുപോലെ തന്നെ ഇതാണ്. അതുകൊണ്ടാണ് അത്ര ലെങ്ത് വരുന്നത്. എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടും കാണാനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ നിമിഷം തൊട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തന്നിരിക്കുന്നത്. അത് ആരും മിസ് ചെയ്ത് പോരുത്, ആരും സ്കിപ്പ് ചെയ്ത് പോരുത്. ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പൊ ഇത് നമ്മുടെ കട്ടപ്പന പാർക്കനാർക്കാവ് ശിവക്ഷേത്രത്തിൽ നടന്ന ഒരു പ്രഭാഷണമാണ്. അതായത് പ്രശസ്ത പ്രഭാഷകയും ധ്യാന പരിശീലകയുമായ സീമ സുഭാഷ് നയിക്കുന്ന ഒരു പ്രഭാഷണമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇത് ആരും ഒരു കാരണവശാലും മിസ് ചെയ്ത് പോകരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഉറപ്പായിട്ടും ഇട്ടുകൊടുക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ കാണുക, അതിന്റെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ വിശിഷ്ട അതിഥിയായ ആചാര്യ സീമ സുഭാഷ് ജിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നത് നമ്മുടെ ക്ഷേത്രം മേൽശാന്തി അദ്വൈത തിരുമേനിയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സീമ സുഭാഷ് ജിയുടെ കൂടെ വന്നിട്ടുള്ള ഒരുപാട് അംഗങ്ങളുണ്ട്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഈ ഒരു അവസരം ഒരുക്കി തരാൻ കാരണമായത് അവരെല്ലാവരുമാണ്. അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ കട്ടപ്പനയുടെ കീഴിൽ ഇങ്ങനെയൊരു ധ്യാനം ഉണ്ടായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ശ്വാസക്രിയയുടെ ഈ പ്രാധാന്യത്തിനെ കുറിച്ച് BMC മലയാളം ബ്രഹ്മശ്രീ ഡോക്ടർ ബ്രഹ്മശ്രീ പിതാമഹ സുഭാഷ് പത്രജിയുടെ പ്രഥമ ശിഷ്യയും ആധ്യാത്മിക പ്രവേശയുമായ സീമാജിയാണ് നമ്മോട് ഇത്ര നേരം സംസാരിച്ചത്. അപ്പം അതിൻ്റെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സീമാജിയെ ഒപ്പം ഈ ചടങ്ങിൻ്റെ മറ്റു കാര്യങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തിയ അവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സത്കർമ്മത്തിന് ഭദ്രദീപം തെളിയിച്ച് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇതിന് ആദ്യമായി തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി അദ്വൈത തിരുമേനിയാണ് വിളക്ക് കത്തിച്ച് ദീപം കൊളുത്തിയത്. അതിനുശേഷം നമ്മുടെ ആത്മീയ ആചാര്യയായ സീമ സുഭാഷ് ജിയാണ് വിളക്ക് കത്തിച്ചത്. പിന്നീട് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന, നമുക്ക് ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്നിരിക്കുന്ന എല്ലാ വ്യക്തികളും ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഈ ഭദ്രദീപം തെളിയിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങളുടെ വരവുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനും പ്രഭാഷണം കേൾക്കുന്നതിനും വേണ്ടി ഒരുപാട് സജ്ജനങ്ങൾ വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഈ ഒരു മഹോന്നതമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഉത്തമോത്തമ വിദ്യ അഭ്യസിച്ചിട്ട് 19 വർഷമായി. 30ാമത്തെ വയസ്സിലാണ് എൻ്റെ ജീവിതത്തിലെ ഈ ഒരു സുവർണ മാർഗം എനിക്ക് ലഭിച്ചത്. വെറുതെ ഒന്നും കിട്ടിയതല്ല ഇത്. ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം, ഒരുപാട് ദുഃഖദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് ഡോക്ടർ ബ്രഹ്മർഷി പിതാമഹ പത്രിജിയുടെ അടുത്ത് എത്തിച്ചെല്ലുന്നത്. മറ്റുള്ള ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്തും ജാതകം നോക്കി പറയുന്ന ജ്യോതിഷിമാരുടെ അടുത്തൊക്കെ ചെന്ന് അലഞ്ഞ് ക്ഷീണിതയായിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. അവർ പറഞ്ഞു, എല്ലാ കഷ്ടകാലങ്ങൾക്കുള്ള മരുന്ന് ആ പൂജ ചെയ്തോളൂ, ഈ പൂജ ചെയ്യൂ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യൂ എന്ന് പറഞ്ഞു. എല്ലാം ചെയ്തിട്ടും എനിക്ക് മാറ്റം വന്നില്ല. അത് ദൈവങ്ങളുടെ തെറ്റല്ല. ദൈവങ്ങൾ നമ്മൾക്ക് ആ കൃപ പ്രസാദിക്കണമെങ്കിൽ എന്ത് വേണം എന്നുള്ളത് ഗുരു പറഞ്ഞു. ഗുരു എൻ്റെ എല്ലാ ആവലാദികളും കേട്ടു. കഴിഞ്ഞോന്ന് ചോദിച്ചു. കഴിഞ്ഞു. ഇനി എന്താ കേൾക്കുക? ഇനി എന്നെ രക്ഷിക്കാൻ ഗുരുവിന് പറ്റുമെന്നുള്ള ആശയോടുകൂടി കണ്ണു തുറന്ന് ഞാൻ വായി പൊളിച്ചിരിക്കുക, ഗുരു എന്താ പറയുന്നതെന്ന്. എന്നാ കേട്ടോളൂ. താങ്കള് ഈ കുടുംബ ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖദുരിതങ്ങൾക്കും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട് നടു റോഡിൽ നിൽക്കേണ്ട ഈ ഗതി, ഈ ദുരവസ്ഥ വന്നതിനും ഇത്രയും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അനുഭവിക്കുവാനുള്ള കാരണം കേവലം ഈ ഭൂമിയിൽ താങ്കൾ മാത്രമാണ്. ഇതൊക്കെ വരുത്തി വെച്ചത് താങ്കൾ തന്നെയാണ്, നീ തന്നെയാണ്, അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഗുരു പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല.
ഞാൻ എത്രയോ പൂജ ചെയ്തു, ഒരു ദൈവങ്ങളും എന്നെ കാത്തുരക്ഷിച്ചില്ല, കൈവെടിഞ്ഞു എന്നുള്ള കംപ്ലൈന്റ് എൻ്റെ ഭാഷയിൽ ധ്വനിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ തല്ലി തകർത്ത് കളഞ്ഞു അദ്ദേഹത്തിന്റെ വാക്ക്. നന്നാകേണ്ടത് നീയാണ്. നിന്റെ നാക്ക് നന്നായാൽ, നിന്റെ വാക്ക് നന്നായാൽ, നിന്റെ പ്രവൃത്തി നന്നായാൽ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ നാക്കും ഗുരു എന്നോട് പറഞ്ഞു, നീ നന്നാവ് ആദ്യം. ദൈവങ്ങൾ നിന്നെ രക്ഷിക്കാമെന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഞാൻ നിന്നെ രക്ഷിച്ചു കൊള്ളാമെന്ന് ഏതെങ്കിലും ദൈവം പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ നിനക്ക് വാഗ്ദാനം തന്നോ? അങ്ങനെയുള്ള അസത്യം ദൈവം പ്രചരിപ്പിച്ചോ? എനിക്ക് ഉത്തരവില്ല. അയ്യോ, അങ്ങനെ ഉണ്ടോ? ദൈവം നമ്മളെ രക്ഷിക്കില്ലേ? അപ്പോ നീ ജീവഹിംസ ചെയ്യുന്നുണ്ടോ? പത്രിജിയെ കുറിച്ചാ പറയുന്ന കേട്ടോ. എങ്ങനത്തെ സൂക്ഷ്മമാണ്. ആദ്യത്തെ കാഴ്ചപ്പാടിലാണ് പത്രിജി തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് എന്റെ അഹങ്കാരത്തെ. അപ്പൊ പത്രിജി പറഞ്ഞത്, പത്രിജിയെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞു. പത്രിജിയുടെ ഗുരു സദാനന്ദ യോഗിയുടെ അടുത്ത് പത്രിജി പോകുമ്പോ സദാനന്ദ യോഗി പറഞ്ഞു, സുഭാഷ്, ഇവിടെ ആത്മജ്ഞാനം മാത്രമേ ഉള്ളൂ. മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് നീ ഇവിടെ വന്നെങ്കിൽ ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. അത് റിയൽ ഗുരു സദാനന്ദ യോഗി. ഇവിടെ ആത്മജ്ഞാനം മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഞാൻ നിന്റെ ദുഃഖങ്ങൾ തീർത്തു തരാം, നിന്റെ കഷ്ടങ്ങളെ ഏറ്റെടുക്കാം, നിന്നെ അങ്ങോട്ട് അനുഗ്രഹിക്കാം, അല്ലെങ്കിൽ നിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരാം, എന്തെങ്കിലും ഒരു ആലോചനയോട് കൂടിയിട്ടാണ് നീ ഇവിടേക്ക് പ്രവേശിച്ചതെങ്കിൽ ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. നമ്മൾ ഗുരുക്കന്മാരെ കാണാൻ പോകുന്നതും ആചാര്യന്മാരുടെ അടുത്ത് പോയി അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്നതും അവരുടെ കാലിൽ പൂവിട്ട് പൂജിക്കുന്നതും അവർക്ക് പണങ്ങൾ കൊണ്ടു കൊടുക്കുന്നതും നമ്മുടെ ദുഃഖങ്ങളെങ്ങാനും കുറഞ്ഞു പോയാലോ, ദുരിതങ്ങൾക്കൊരു ശാന്തി ലഭിച്ചാലോ എന്ന ആലോചനയോട് കൂടിയിട്ടാണ്. പക്ഷെ സദാനന്ദ യോഗിക്ക് അന്ന് വയസ്സ് 2000 years. 2000 വർഷമായിട്ടുള്ള ഒരു യോഗിയെ കണ്ടിട്ടുണ്ടോ നമ്മള്? അപ്പൊ 2000 വർഷമായിട്ട് കാത്തിരിക്കായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. ശരി, ഇവിടെ ഈ ഒരു ആത്മജ്ഞാനം മാത്രമേ ഉള്ളൂ. ഇത് നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ഓർഡർ എന്തായിരുന്നു എന്നറിയോ സദാനന്ദ യോഗിയുടെ? ഇവിടെ വേറൊന്നുമില്ല, വേറൊന്നും പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരരുത്. അതാണ് പ്രതീക്ഷയെങ്കിൽ ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഇനിയില്ല, നീ ഇവിടെ വന്ന് ഇതൊക്കെ ആചരിക്കാൻ നിനക്ക് പറ്റുമെന്ന് കരുതി നീ ഇവിടെ വന്നു, ഇതെല്ലാം കേൾക്കുന്നുണ്ട്. നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോയി ചാവ്. ഡു ഓർ ഡൈ. അതാണ് ഗുരു. സുഭാഷ്, നിനക്ക് ഇത് ആചരിക്കാൻ പറ്റുമെങ്കിൽ ആചരിക്കേ, അല്ലെങ്കിൽ പോയി ചാവ് എന്ന് പറഞ്ഞു. ജീവിക്കരുത്. ഡു ഓർ ഡൈ. അതായത് നിനക്ക് ഈ സത്യങ്ങളെ കേട്ട് കഴിഞ്ഞാൽ ഇത് ആചരിക്കണം. ആചരിക്കാൻ പറ്റില്ലെങ്കിൽ പോയി ചാവാൻ പറഞ്ഞു. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ എവിടെ എത്തിയില്ല. శిలలను చూచి శివుడని భావింద్రు శిలలు శిలలే కాని శివుడు కాదు తనదు లోని శివుని താനേല తెలియదో വിശദാഭിരാമ വിനിർവേമ. അതായത് ആ ഒരു പ്രതിഷ്ഠയ്ക്ക് ഗാഠനിദ്രാവസ്ഥയിലുള്ള ചൈതന്യ ശിലയെ ശില്പമാക്കി മാറ്റി ശ്വാസമാകുന്നത്. അതായത് ശിലയിൽ ഗാഠനിദ്രാവസ്ഥയിലാണ് ചൈതന്യം. അവിടെ ആ ഒരു മൂർത്തിയെ ആശ്രയിച്ചു വരുന്ന മനുഷ്യർക്ക് ആശ്രയമാകണമെങ്കിൽ അതിന് പ്രാണൻ കൊടുക്കണം. ശിലയിലുള്ള ചൈതന്യം ഗാഠനിദ്രാവസ്ഥ. അതിനെ ശില്പമാക്കി മാറ്റിയവൻ മനുഷ്യൻ, അമ്മ. മനുഷ്യനാണ് അതിനെ ശില്പമാക്കി മാറ്റിയത്. ശില്പമാക്കി മാറ്റിയതിനു ശേഷം നിദ്രാവസ്ഥയിലുള്ള വിഗ്രഹത്തിന്റെ അടുത്ത് ജനങ്ങൾക്ക് ആശ്രയം, ആശ്വാസം, ശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആശ്വാസം ലഭിക്കണമെങ്കിൽ അന്തരീക്ഷത്തിൽ ചൈതന്യ വിസ്ഫോടനം സംഭവിക്കണം. അതിന് ഗാഠനിദ്രാവസ്ഥയിലുള്ള ശിലാചൈതന്യത്തെ പ്രാണൻ നൽകി ഉണർത്തണം. ദാറ്റ് ഈസ് കോൾഡ് പ്രാണപ്രതിഷ്ഠ. ആ പ്രാണപ്രതിഷ്ഠ ശുദ്ധസങ്കല്പത്തില്, അതായത് ഒരു മാംസാഹാരി ചെയ്യാൻ പാടില്ല അത്. അതുകൊണ്ടാണ് ബ്രാഹ്മണനെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ വ്യവസ്ഥ ഏർപ്പാടായത്. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ആരോ അവൻ ബ്രാഹ്മണനാ. ബ്രഹ്മം, അതായത് അഹം ബ്രഹ്മാസ്മി, എന്റെ ഉള്ളിലുള്ളതും അതേ ബ്രഹ്മം, അതേ ദൈവം.
ആത്മാവാണ് പരബ്രഹ്മ. ഈ പരബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും അതേ ആത്മാവ്. മമാത്മാ സർവഭൂതാത്മ. അതായത് ഓരോ ചെടിയിലും, ഓരോ വൃക്ഷങ്ങളിലും, ഓരോ എറുമ്പിലും, കൊതുകിലും, മീനിലും, ആടിലും, കോഴിയിലും, സകല മാനവരാശികളിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് അതേ ബ്രഹ്മപദാർത്ഥം. സർവം കൽവിതം ബ്രഹ്മ. ഈ പ്രപഞ്ചത്തിൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അതേ ബ്രഹ്മത്താൽ. തത്വമസി. അതായത് നാം ആരെയാണോ ദർശിക്കുവാനായി, ദൈവമെന്ന് നനച്ച് ദൈവത്തെ കാണാനായി എത്രയോ ത്യാഗം സഹിച്ച് അവിടെ എത്തിച്ചേരുമ്പോ ആ ദൈവം പറയാണ്, അത് നീ തന്നെയാകുന്നു, അത് നീയാകുന്നു. ആ ബ്രഹ്മത്തിന്റെ ആഴത്തെ അറിഞ്ഞവനാരോ അവൻ ബ്രാഹ്മണനാ. ആ ബ്രാഹ്മണനിലൂടെ നടക്കേണ്ട ചര്യ പ്രാണപ്രതിഷ്ഠ. മറ്റാർക്കും അത് ചെയ്യാൻ പറ്റില്ല. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ശിലയിലുള്ള ഗാഠനിദ്രാവസ്ഥയിലേക്ക് ചൈതന്യത്തെ ഉണർത്തുവാൻ സങ്കല്പിക്കുവാനുള്ള സിദ്ധി, ശക്തി, ആചരണ, ശ്രദ്ധ ഉള്ളവനാരോ അവൻ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ പ്രാണപ്രതിഷ്ഠ? അപ്പോഴാണ് ആ പ്രാണനെ ഉണർത്താൻ കഴിയുന്നത്. അപ്പോ സങ്കല്പങ്ങൾ സിദ്ധിക്കും. നമ്മൾ പോയിട്ട് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരുപാട് ആഴമുണ്ട്. എല്ലാം ബേസ് ആയിട്ടുള്ളത് ഈ ശ്വാസത്തെയാ. പരമഗുരു പത്രിജി ഇതൊക്കെ പറഞ്ഞിട്ട് ധ്യാനം ചെയ്യിക്കുക. നീ നിന്നെ അറിയ. സീമ സുഭാഷിന്റെ ഭാര്യയാണ്, 2 മക്കളുടെ അമ്മയാണ്, എന്റെ തറവാട് അതാണ്, എന്റെ കുടുംബം ഇതാണ്, എന്റെ പേരും അഡ്രസ് ഇതാണ്. ഇതൊന്നും അല്ല നീ. ജന്മജന്മങ്ങളായിട്ട് നീ മാനവ ജന്മം എടുക്കുന്നതിന് മുമ്പ് 84 ലക്ഷം ജീവരാശികളായിട്ട് ജന്മം എടുത്തിട്ടുണ്ട് ഈ ഭൂമിയില്. ശിലകളായി, കല്ലുകളായി, വൃക്ഷങ്ങളായി, ജലചരാചരങ്ങളായി, പക്ഷികളായി, മൃഗങ്ങളായി, ക്രൂര ജന്തുക്കളായി നീ ഈ ഭൂമിയിൽ ജന്മം എടുത്തു. 84 ലക്ഷം ജീവരാശികളായിട്ട്. അതിനുശേഷമാണ് ലാസ്റ്റ് പരിപൂർണത്വത്തിലേക്ക് മാനവദേഹം. അതായത് ആ പരമാത്മ ചൈതന്യം ദിവ്യശകലങ്ങളായിട്ട്, ആ ഒരു ദിവ്യ ആത്മസ്വരൂപങ്ങളായിട്ട് പല 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 വിധത്തില് സമ്പൂർണത്വം നേടി വീണ്ടും പരമാത്മാവിൽ ലയിക്കുവാനായിട്ടുള്ള എത്ര യുഗയുഗങ്ങളായിട്ടുള്ള യാത്രയ്ക്കൊടുവിലാണ് നമ്മൾക്ക് മാനവദേഹം ധരിക്കുന്നത്. ഈ ഭൂമിയിൽ എന്തിനാണോ ജന്മമെടുത്ത് ദേഹധാരിയായി വന്നത്, അതിനെ സമ്പൂർണ്ണ സാർത്ഥകം ചെയ്യുവാനായി നമുക്ക് ജനിച്ച ആ ക്ഷണം മുതൽ മരണം വരെ നമ്മളെ സദാ കാത്തുരക്ഷിക്കുന്ന മഹാശക്തിയാണ് ശ്വാസമെന്ന ശിവശക്തി. ശ്വാസമെന്ന പ്രാണധാര, ജീവവായു, ജീവധാര. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ശിവഭഗവാനുള്ളത്, ആ ശിവശക്തിയുള്ളത്. ആ ശിവശക്തി ചൈതന്യമാണ് നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നത്, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. സോ ബി വിത്ത് യുവർ ബ്രെത്ത്. കുറച്ചു നേരം ഒന്ന് ആ ശക്തിയോടൊപ്പം മറ്റൊരു ചിന്തകളുമില്ലാതെ ഓരോ ശ്വാസത്തെയും അറിയാനായി ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കൂ. ഈ പ്രപഞ്ചത്തിൽ പ്രഥമ വിദ്യ ശ്വാസവിദ്യ. ഈ ശ്വാസം ദേഹം ധരിച്ച ആത്മാവിനെയും ഈ വിശ്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സകല ജീവരാശികളെയും ഈ യൂണിവേഴ്സിനെയും ഒക്കെ കണക്ട് ചെയ്യുന്നതാണ്. നമ്മൾ മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. സകല ജീവരാശികളിലും ഒഴുകിയിറങ്ങി ആ ജീവികളുടെ ജീവനായി മാറിയ ശക്തി നമ്മുടെ ഉള്ളിൽ മാത്രമല്ല ആ പ്രാണധാരയുള്ളത്, ജീവനാകുന്ന ദൈവമുള്ളത് എന്ന അതിപ്രഥമ മഹാസൂക്ഷ്മ രഹസ്യമാണിത്. നമ്മുടെ ഈ പ്രഭാഷണം വളരെ ചുരുക്കം മാത്രമാണ്. ഇതിലും ഒരുപാടുണ്ട്. നമ്മളെല്ലാവരും കേൾക്കേണ്ടതും നമ്മളെല്ലാവരും അറിയേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പം ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ VMC മലയാളം എന്ന
യൂട്യൂബ് ചാനൽ ചെന്നാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ അവിടെ നമ്മുടെ സീമാജി പരിഹരിച്ച് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ VMC മലയാളം എന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.